അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ചകളെല്ലാം കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ അവന് വിജയമാണ് എങ്കിൽ, അവിടെ നടക്കുന്ന ആ കാര്യങ്ങൾ അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതിനുശേഷം അവൻ നേരിടാനുള്ള ഓരോ കാര്യങ്ങളും അവന് ആഘോഷമായിരിക്കും, അവന് സന്തോഷമായിരിക്കും, ആഹ്ലാദമായിരിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി നേരെ തിരിച്ച് ഖബർ ജീവിതത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ, അവിടെ നടക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഹാ ഇലാ അദ്രി, എനിക്കറിയില്ല എന്ന ഉത്തരമാണ് പറയുന്നത് എങ്കിൽ അതിനുശേഷമുള്ള ജീവിതം വളരെ ക്ലേശകരമായിരിക്കുമെന്ന് ഹദീസ് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഒരു മയ്യത്തിനെ ഖബറിൻ്റെ ഉള്ളിൽ വച്ചാൽ ആദ്യമായി ആ മയ്യത്ത് എന്താണ് നേരിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്നു മസ്ഊദെ, ഇതുവരെ ഈയൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നില്ല, ആരും എന്നോട് ചോദിച്ചില്ല. അതിൻ്റെ ഉത്തരം പറയാൻ വളരെ ആവേശത്തോടുകൂടി ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ താങ്കൾക്ക് മുമ്പ് ഇന്നേ വരെ ഒരാളും ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നില്ല. അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഒരു മനുഷ്യനെ ഖബറിൽ വെക്കപ്പെട്ടാൽ റൗമാൻ എന്നു പേരുള്ള ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിലേക്ക് അയക്കുകയാണ്. ആ റൗമാൻ എന്ന മലക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് ഖബറിൽ വരികയും ഈ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും ആ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് തടവുകയും റൂഹ് തിരിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ ആ മയ്യത്തിനോട് ഈ മലക്കുകൾ പറയുന്ന, ഈ റൗമാൻ എന്ന് പറയുന്ന മലക്ക് പറയുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, താങ്കൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം എന്ന് പറയുമ്പോൾ മയ്യത്ത് അവിടുന്ന് പറയും, എഴുതാൻ എൻ്റെ കയ്യിൽ കടലാസില്ലല്ലോ, എൻ്റെ കയ്യിൽ കടലാസില്ല, ഞാൻ എവിടെയാണ് എഴുതേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മലക്ക് പറയും, താങ്കളുടെ കഫൻ തുണി കടലാസാക്കി മാറ്റുക. അതിനുശേഷം എഴുതാനുള്ള മഷിയില്ല എന്ന് പറയുമ്പോൾ ആ മലക്ക് പറയും, താങ്കളുടെ വായ്ക്കകത്തുള്ള ഉമിനീര് മഷിയായി ഉപയോഗിക്കുക. എഴുതാൻ പേനയില്ല എന്ന അവലാതി പറയുമ്പോൾ മലക്ക് പറയും, താങ്കളുടെ ചൂണ്ടുവിരൽ മഷിയായി ഉപയോഗിക്കുക. അങ്ങനെ ആ ചൂണ്ടുവിരൽ പേനയായി ഉപയോഗിക്കുക. അങ്ങനെ ആ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ആ ഉമിനീരിൽ മുക്കി കടലാസാകുന്ന കഫൻ തുണിയിൽ വെച്ച് എഴുതാൻ തുടങ്ങുമെന്നാണ്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യത്തിനൊരു കഴിവ് നൽകും. 1 മിനിറ്റിൽ 1 മണിക്കൂറിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഗ്രഹിച്ചെടുത്ത് പറയാൻ സാധിക്കുന്നത് പോലെ ജീവിതായുഷ്കാലം മുഴുവനും ചെയ്ത പ്രായപൂർത്തിയായ അന്നു മുതൽ മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ പ്രവർത്തിച്ചിട്ടുള്ള നന്മയും തിന്മയും മുഴുവനും അവിടെ നിന്ന് 1 മിനിറ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് പോലെ, 1 മണിക്കൂറിൽ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് പോലെ ഓർമ്മിച്ചെടുക്കാനുള്ള ഓർമ്മശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യത്തിന് അവിടെ നിന്ന് നൽകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നാളെ ഖബറിലേക്ക് 3 കഫൻ തുണിയിൽ നമ്മെ പൊതിയപ്പെട്ടുകൊണ്ട് ഖബറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അവിടെ നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ച നന്മയും തിന്മയും അതിൻ്റെ റിസൾട്ട് എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് എഴുതാനുള്ള പരീക്ഷാ പേപ്പറാണ് നമ്മുടെ കഫൻ തുണി എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ പ്രവർത്തിച്ച് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് നല്ല രീതിയിൽ വിട പറയുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ദുനിയാവ് നശ്വരമാണ് എന്നും ശാശ്വതമല്ല എന്നും, നമുക്ക് ശാശ്വതമായ ലോകം പരലോകമാണ് എന്നും ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നാം ഇന്നുറങ്ങുന്ന ഈ മണിയറ വിട്ട് നാളെ മണ്ണറയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന ഒരു ബോധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവൻ്റെ അനുഷ്ഠാനങ്ങൾ, അവൻ്റെ അനുശാസനങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നാം തിരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വ ആഖിറു ദഅ്വാഹും അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.